മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനെതിരെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെ ചെന്നിത്തല തലസ്ഥാനം വിട്ടു. മാധ്യമങ്ങൾക്ക് പോലും മുഖം നൽകാതെ തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ട വീട്ടിലേക്ക് പോയി. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ല എന്നും അച്ചടക്കം പാലിച്ചിട്ടും നിരന്തരം അവഗണിക്കപ്പെടുന്നുവെന്നും വികാരം പങ്കുവച്ചെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാട് എടുത്തേക്കുമെന്നും വിവരമുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുമില്ല. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ് ജോൺ, ഇത് രമേശ് ചെന്നിത്തലയിൽ നിന്ന് നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതേയില്ല. കാരണം അദ്ദേഹത്തിന്റെ മുൻ പ്രതികരണങ്ങൾ ആ വിധത്തിലായിരുന്നു. കാരണം ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്തായി കഴിഞ്ഞാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഒരു തീരുമാനം ഇതായിരിക്കും എന്ന് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് മുതിർന്നേക്കും എന്ന് നമ്മൾക്ക് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡിന് വഴങ്ങും രമേശ് ചെന്നിത്തല എന്ന നിലയ്ക്കായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്? അതിന് അദ്ദേഹം ആരോടും പറയാതെ പോകുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹരിപ്പാട്ടേക്ക്? അതേ ശ്യാമിലി, എപ്പോഴും പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് രമേശ് ചെന്നിത്തല. അത് അദ്ദേഹം എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം പ്രഖ്യാപിച്ചാലും അത് അംഗീകരിക്കും എന്നുള്ള നിലപാട് എപ്പോഴും സ്വീകരിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനും രമേശ് ചെന്നിത്തല തയ്യാറായിരുന്നില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട, ഹൈക്കമാൻഡ് എന്താണ് തീരുമാനിക്കുന്നത് അതിനോടൊപ്പം പോകാം എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും അതിനുശേഷം 2 നേതാക്കളെയും വിവരമറിയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത് കെ.സി. വേണുഗോപാലിനോടെയാണ്. അത് മണിക്കൂറുകളോളം നീണ്ടു. ശേഷമാണ് ഫോണിൽ രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെടുകയും ഖാർഗെയും രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി, അതാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്നുള്ള കാര്യം ചെന്നിത്തല അറിയിക്കുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തല ഇരു നേതാക്കളോടും പങ്കുവച്ചു. തന്നെ അവഗണിച്ചത് ശരിയായില്ല, സീനിയോറിറ്റി പരിഗണിക്കണമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല ഇരുവരോടും പങ്കുവച്ചത്. അതിനുശേഷം AICCയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നു. വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ദീപാദാസ് മുൻഷി വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ അദ്ദേഹം രമേശ് ചെന്നിത്തല വഴുതയ്ക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പോകുകയാണ് ഉണ്ടായത്. പുറകിലെ വഴിയിൽ നിന്ന് മുന്നിലെ വഴിയിൽ മാധ്യമങ്ങളും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന പ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒരു വിവരം നൽകാതെ, സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പോലും ഒരു വിവരം നൽകാതെ അദ്ദേഹം കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുകയാണ് ഉണ്ടായത്. ആ സമയം നമ്മളടക്കം ഉള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹം വീട്ടിലുണ്ടോ എന്നുള്ളത്. വീട്ടിലുണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ പോലും പിന്നീട് സ്റ്റാഫ് അംഗങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം പോയി അരമണിക്കൂറെങ്കിലുമായി തിരുവനന്തപുരം ജില്ല കടന്ന് കാണണം എന്നുള്ള പ്രതികരണം നൽകിയത്. നേരെ അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് ഹരിപ്പാടെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് ഇന്ന് തന്നെ ഗുരുവായൂരിലേക്ക് പോകും. നാളെ മലയാള മാസം 1-ാം തീയതി ആയതിനാൽ ഗുരുവായൂർ സന്ദർശനം നടത്താൻ അദ്ദേഹം പോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അതേസമയം അദ്ദേഹം പോയതിൽ നിന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന കോൺഗ്രസ് MLA-മാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇനി മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള സൂചന കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കാരണം തന്നെക്കാളും സീനിയോറിറ്റി കുറവായിട്ടുള്ള ഒരു നേതാവാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇത്ര സീനിയർ ആയിട്ടുള്ള താൻ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടോളം ഉണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത്. പക്ഷേ അതേസമയം മറ്റൊരു കോണിൽ നിന്ന് വരുന്ന പ്രതികരണം ആഭ്യന്തര വകുപ്പ് കിട്ടാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ഈ വി.ഡി. സതീശൻ പക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം തന്നെക്കാളും സീനിയോറിറ്റി കുറവായിട്ടുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മന്ത്രിസഭ രൂപീകരണം വരുമ്പോൾ തക്കതായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അത്രയധികം അധികാരം വരുന്ന ഒരു വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് എന്ന് കൂടി ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ചെന്നിത്തല തിരുവനന്തപുരത്ത് നിന്ന് പോയി കഴിഞ്ഞു. ഇനി വരും മണിക്കൂറുകളിലായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള നടപടികൾ അറിയാൻ കഴിയുക. ശ്യാമിലി.